സർക്കാരിന്റെ ഈ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. വിത്തനശ്ശേരി സഹകരണ ബാങ്കുമായി സഹകരിച്ച് നടത്തിയ വിതരണത്തിന്റെ ഉദ്ഘാടനം ടാർക്കോസ് ഡയറക്ടർ കെ പ്രേമൻ നിർവഹിച്ചു. ജീവിത പ്രയാസങ്ങളിലും ഒപ്പം നിന്ന് സഞ്ചരിക്കുന്ന ഈ നെന്മാറ പഞ്ചായത്തിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാണ് നമ്മുടെ വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക്. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ കഴിഞ്ഞ 10 വർഷം ഇടതടവില്ലാതെ ആർക്കും ഒരു പരാതിയില്ലാതെ കൃത്യമായി സമയബന്ധിതമായി വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ പ്രവൃത്തിയാണ് നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. എന്തായാലും ഇപ്രാവശ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ആർക്കും പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയും UDF ഭരിക്കുന്ന കാലത്ത് 18 മാസക്കാലം കുടിശ്ശിക വെച്ചപ്പോൾ നമ്മളന്ന് പറഞ്ഞു 1000 രൂപ പെൻഷനാക്കും വീടുകളിൽ എത്തിക്കും എന്ന് പറഞ്ഞു. 1000 രൂപയാക്കി വീടുകളിൽ എത്തിച്ചു. 1000, 1200, 1600, 2000 ആക്കി. ഈ ബഡ്ജറ്റിൽ കൂട്ടുമെന്ന് വിചാരിച്ചു, കൂട്ടിയിട്ടില്ല. കാരണം അതിന് ചില പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ്. സാമൂഹ്യ ക്ഷേമ മേഖലകളിൽ ഇതുപോലുള്ള പാവപ്പെട്ട ജനങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നൊരു സർക്കാരല്ല കേരളം ഭരിക്കുന്ന സർക്കാർ എന്നുള്ള നിലയിലേക്ക് ഈ കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപ വെച്ച് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വല്ലങ്ങി വിത്തനശ്ശേരി ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഈ നെന്മാറ പഞ്ചായത്തിലെ 5600ഓളം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ പരിപാടി എന്നുള്ള നിലയിലേക്ക് അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും അനുമതിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അങ്ങോട്ട് നോക്കി നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ. മതി, 2 ചെട്ട് കാണുന്നു. ഫോട്ടോയിൽ പറ്റൊന്ന് ചിരിക്കും. ഓക്കെ, ലോക്കൽ സെക്രട്ടറി ഉഷ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ കണ്ണനുണ്ണി, തോട്ടം നാരായണൻ, ബാങ്ക് പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.